ഗുഡ് ഈവനിങ്. എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഒരു മധുര പലഹാരം ഉണ്ടാക്കണം കേട്ടോ. കഞ്ഞിവെള്ളം ആയാലും ഇപ്പോൾ എന്തും വീണ്ടും ഉണ്ടാക്കാവുന്നതാണ്. കഞ്ഞിവെള്ളമാണ്, അതിൻ്റെ തെളിയൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞേക്കുന്നതാണ്. അത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. കഞ്ഞിവെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മട്ടയരിയുടെ കഞ്ഞിവെള്ളമാണ്, അതാണ് കുറച്ച് കളർ മാറ്റം. വെള്ളേരിയാണെങ്കിൽ നല്ല വൈറ്റ് ആയിരിക്കില്ല. ഇനി അതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു 1/2 സ്പൂണ്. $250 കപ്പാണ്. ഇതിങ്ങനെ 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ്, അധികം ഉപ്പിടണ്ട കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ മധുരത്തിന് ടേസ്റ്റിന് മാറ്റം വരും. ഇത് വെള്ളം ഒന്ന് കുറച്ച് വറ്റട്ടെ. ഞാൻ ഒരു 2 സ്പൂണ് കോൺഫ്ലവറാണ് കേട്ടോ. കോൺഫ്ലവർ കലക്കിയതാണ്. കലക്കി വെച്ചാലും എടുക്കാൻ നേരത്തെ അതൊന്ന് ഇളക്കിയിട്ട് ഉണക്കുക, അല്ലെങ്കിൽ അടിയിൽ ഊറി കിടക്കും. അത് ഞാൻ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവർ ചെന്നപ്പോൾ ഒരു തിക്ക് വന്നു. ഇത് നല്ലോണം കുറുകി വറ്റി വരട്ടെ. ഞാൻ ഇത്രയും നെയ്യ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇപ്പം നെയ്യ് ആദ്യമേ തന്നെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ. നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെച്ചാലും ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. കുറച്ച് സൺഫ്ലവർ ഒഴിക്കുന്നുണ്ട് കുറുകി വരുമ്പോൾ. ഞാനത് ഒരു അരമുറി നാരങ്ങ കുരുവൊക്കെ കളഞ്ഞതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓണാക്കാൻ മറന്നുപോയി. ഇത് പുളിരസം കൂടി വരുമ്പോൾ ടേസ്റ്റ് കൂടുള്ളൂ. മധുരത്തേക്കൂടെ പുളിയും നേരിയ ഉപ്പും കൂടി വരുമ്പോൾ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തത്. ഇത് അങ്ങനെ ഒരു 3, 4, 5, 6 ഉണ്ട്. അത് ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ. ഏലക്കായ അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുമ്പ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും പൊടിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല നൈസ് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും സൺഫ്ലവർ ഓയിലാണ്. നെയ്യ് തന്നെ അല്ല, ഞാൻ അവസാനം വേണമെങ്കിൽ ആവശ്യം വന്നാൽ നമുക്ക് കുറച്ച് നെയ്യും കൂടി വെച്ച് കൊടുക്കാം. അത്രയും ഒരു 1.5 സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. അവസാനം ആവശ്യം വന്നാൽ കുറച്ച് നെയ്യും കൂടി ചേർക്കാം. ഇത് കുറച്ച് സമയം പിടിക്കും. കഞ്ഞിവെള്ളമില്ല, കഞ്ഞിവെള്ളം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് പൊടിയല്ലേ ചേർത്തിട്ടു. കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന അലുവ, ഇങ്ങനെയുള്ള ഇളക്കണ ഉള്ളത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാം. എനിക്ക് കൈവേദനയുള്ള ആളാണ്. കൈ എനിക്കൊരു അരമണിക്കൂർ കഴിഞ്ഞു. ഇത് കഞ്ഞിവെള്ളമല്ലേ, കൈ ചെറുതായിട്ടൊക്കെ വേദനെടുക്കുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ പിടിച്ചേക്കുന്നതാണ്. ഉരുളിയിലൊക്കെ ആണെങ്കിൽ പറ്റില്ല. എപ്പോഴും എല്ലാവരും നോൺ സ്റ്റിക്കിൽ ചെയ്യാം. കൈവേദനയുള്ളവരൊക്കെ പ്രത്യേകിച്ച്. ഒന്നും കൂടി ആവാനുണ്ട്. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബദാം പരിപ്പും കശുവണ്ടി അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇല്ല, ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് കുറവാണ്, അതുകൊണ്ട് ആണ് ഓയിൽ ചേർക്കുക. നെയ്യുള്ളവർ നെയ്യിൽ തന്നെ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനത് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നെയ്യ് ചേർത്തിട്ടില്ല, പകുതി മതിയാണ്.
പകുതി സൺഫ്ലവറും പകുതി നെയ്യും അങ്ങനെയാണ് ചേർക്കാണ്. ഫുള്ളായിട്ട് നെയ്യ് നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് നെയ്യിൽ എടുക്കുന്നത് ടേസ്റ്റ് കൂടും. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടി ഇങ്ങോട്ട് ആയിട്ട് എടുക്കുക. കഞ്ഞിവെള്ളത്തിൻ്റെ അലുവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട്. സൈഡൊക്കെ മുഴുന്നിട്ടുണ്ട്. ഞാനൊരു സാധാരണ ചോറുണ്ണുന്ന പ്ലേറ്റാണ് കേട്ടോ. അതിനകത്താണ് കുറച്ച് കശുവണ്ടിപ്പരിപ്പും ബദാം അരിഞ്ഞതും ഉണക്കമുന്തിരി ഇല്ല, അതുകൊണ്ട് കുറച്ച് ചോക്കോ ചിപ്സ് എൻ്റെ ഉണ്ടായി, അത് ഇട്ടതാണ്. ഇതൊന്നും ഇടണമെന്ന് നിർബന്ധമില്ല. ചോക്കോ ചിപ്സ് ആയാലും നിങ്ങളുടെ കയ്യിൽ ഉള്ളതിട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ആയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യോടെ ചൂടോടെ തന്നെ നിരത്തി കൊടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് നിരത്തിയിട്ടില്ല കേട്ടോ. സൈഡ് ഇത് ഈ പാത്രം നിറച്ച് ഇട്ട് കഴിഞ്ഞാൽ തീരെ കനം കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ സൈഡ് ഒതുക്കി വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ചോക്കോ ചിപ്സ് ചൂട് ചെന്നപ്പോൾ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ടേസ്റ്റ് കൂടാൻ വഴിയുണ്ട്. ഇതുപോലെയാണ് നിരത്തി കൊടുത്തേക്കണേ. ഇനി ഇത് ഒന്ന് ചൂടാറിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കുറച്ച് സമയം 1 മണിക്കൂർ കഴിഞ്ഞ് ഇരിക്കട്ടെ. എന്നിട്ട് മുറിച്ച് കാണിക്കാം. ഒന്ന് ചൂടാറട്ടെ നല്ലോണം. നല്ല ചൂടല്ലേ. കഞ്ഞിവെള്ളത്തിൻ്റെ അലുവ എങ്ങനെയുണ്ടെന്ന് നോക്കി. ചോക്കോ ചിപ്സും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടില്ലേ നോക്കി. ബദാം പരിപ്പും കശുവണ്ടി പരിപ്പും എല്ലാം കൂടി. ചോക്കോ ചിപ്സാണ് ഇതിനകത്ത് ഏറ്റവും കേമനായിക്കണേ. എന്ന് വിചാരിച്ചാൽ എല്ലാവരും അത് ഇടണമെന്നില്ല. ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഞാൻ കുറച്ച് കാണിക്കാം. കഞ്ഞിവെള്ളം കൊണ്ട് അടിപൊളി അലുവ, അടിപൊളി മധുരം ഉണ്ടോ, അടിപൊളിയുണ്ട്. ഞാനൊരു ചെറിയ പീസ് നോക്കട്ടെ ആദ്യം തന്നെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അലിഞ്ഞിറങ്ങുന്നു പറഞ്ഞ അരിയുള്ള ഇതാണ്. ഉണ്ടാ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നിങ്ങളേക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് പോലെ എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കണേ.